ഹലോ കൂട്ടുകാരെ, ഇന്നലെ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒരാളുടെ അടുത്തു നിന്നും 5 ചോദ്യങ്ങൾ വന്നിരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു തരാം. ആദ്യത്തെ ചോദ്യം അവർ ചോദിച്ചിരിക്കുന്നത്, ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് പല ജന്മങ്ങളിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ജന്മമെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ യെസ് ആണ്. അതെ, പല ജന്മങ്ങളായിട്ട് ട്വിൻ ഫ്ലെയിംസ് ഇൻകാർണേറ്റ് ചെയ്യപ്പെടുകയും ഭൂമിയിൽ വരികയും അവരുടെ ആ ഒരു ജന്മത്തിലെ ലൈഫ് ലെസൺസ് പഠിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതായത് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു സോള് 2 ബോഡികളിൽ ആയിട്ട് ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു സോളിൻ്റെ കർമ്മയാണ് ഇവർ ക്ലിയർ ചെയ്യുന്നത്. 2 പേരും. ഒരാൾ സ്പിരിച്വൽ ഗ്രോത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ അടുത്ത ബോഡിയിലുള്ള ആൾ അല്ലെങ്കിൽ അടുത്ത ബോഡിയിലുള്ള ആ ഒരു സോളിൻ്റെ ഭാഗം വന്നിട്ട് കർമ്മ ക്ലിയറൻസിലായിരിക്കും ശ്രദ്ധിക്കുന്നത്. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ സോള് ട്വിൻ ഫ്ലെയിം എന്ന കോൺസെപ്റ്റിലേക്ക് ഇൻകാർണേറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ സോൾ എഗ്രിമെൻറ്റിൽ എഴുതി വച്ചിരിക്കും എത്ര ലൈഫ് ടൈംസ് എടുക്കും അവരുടെ കർമ്മ ക്ലിയർ ചെയ്യാനായിട്ട്, എത്ര ലൈഫ് ടൈംസിൽ അവരുടെ പർപ്പസ് എങ്ങനെയൊക്കെ അവർ അച്ചീവ് ചെയ്യും, യൂണിയൻ എപ്പോഴാണ് നടക്കേണ്ടത്, ഏതൊരു ലൈഫ് ടൈമിലാണ്, ഏത് സമയത്താണ്, ഇതൊക്കെയും ഓൾറെഡി പ്രീ ഡിസൈഡഡ് ആണ്. അപ്പോൾ എല്ലാ ജന്മങ്ങളിലും അവർ കണ്ടുമുട്ടണമെന്നില്ല. ഒരു മിസ്സിങ് എനർജി എല്ലായ്പ്പോഴും കാണും ഈ സോൾസിന്. എന്നാൽ ആ കണ്ടുമുട്ടുന്ന സ്റ്റേജ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ജേർണിയെക്കുറിച്ച് ഒരു ബോഡിയിലുള്ള സോളിനെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ സോൾ ഗ്രോത്തിൻ്റെ മുകളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്താൽ അവർക്ക് ഈ ഒരു ജനന മരണം എന്ന ഒരു സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതായത് മോക്ഷത്തിലേക്ക് പോകാൻ പറ്റും. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ കാർമിക് പാർട്ട്ണറിന് നമ്മളുടെ TF ആയിട്ട് വരുമോ? മേ ബി അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ജന്മത്തിൽ ഒരു കാർമിക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇനിയൊരു ജന്മത്തിൽ അവർ നമ്മുടെ TF ആകുമോ എന്നാണ്. ഒരിക്കലും ഇല്ല. കാരണം കാർമിക് പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരു വേറെ സോളാണ്. നമ്മൾ ഈ സോളിനെ ചൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരു കാർമിക് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളുടെ സോൾ എഗ്രിമെൻറ്റിൽ കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പഴയ ഏതെങ്കിലും ജന്മത്തിൽ ഈ ഒരു സോളിന് നമ്മൾ എന്തെങ്കിലും കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർമിക് എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു കാർമിക് പാർട്ട്ണറിനെ ചൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെ നമ്മളുടെ സോളിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പർപ്പസിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കാർമിക് പാർട്ട്നേഴ്സിൻ്റെ സോൾസിനെ ചൂസ് ചെയ്യാറുണ്ട്. അത് സോളിൻ്റെ ചോയ്സാണ്. 2ഉം വേറെ വേറെ സോളാണ്. ഇനിയൊരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, കാർമിക് സോൾ ഇല്ലേ, അതായത് കാർമിക് പാർട്ട്ണറിലുള്ള സോളിൻ്റെ ഫ്രീക്വൻസിയും നമ്മളുടെ ഫ്രീക്വൻസിയും മാച്ച് ആവില്ല. കാരണം ഓരോ സോളിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. ട്വിൻ ഫ്ലെയിംസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹയർ ഫ്രീക്വൻസി ആയിരിക്കും. എക്സാമ്പിൾ, നമ്മൾക്കൊരു കാർമിക് പാർട്ട്ണറുണ്ട്. നമ്മളുടെ സോളിൻ്റെ ഫ്രീക്വൻസി ഒരു 600 ആണെങ്കിൽ ആ കാർമിക് പാർട്ട്ണറിൻ്റെ സോളിൻ്റെ ഫ്രീക്വൻസി അറൗണ്ട് 300-350 ആയിരിക്കും. അതുകൊണ്ടാണ് ആ ട്രിഗേഴ്സ് നമുക്ക് തന്നിട്ട് അവർ നമ്മളെ അവേക്കൻ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം നമ്മുടെ ട്വിന്നിൻ്റെ ഫ്രീക്വൻസി എക്സാക്ട്ലി 600 ആയിരിക്കും. ഇതാണ് ഡിഫറൻസ്. അടുത്ത ചോദ്യം, കാർമിക് പാർട്ട്ണർ നമ്മളുടെ ട്വിൻ ഫ്ലെയിമായിട്ട് വരികയാണെങ്കിൽ പർപ്പസ് എന്താണ്? ഒരിക്കലും കാർമിക് പാർട്ട്ണർ നമ്മുടെ ട്വിൻ ഫ്ലെയിമായി വരാത്തത് കൊണ്ട് തന്നെ അവിടെ പർപ്പസും ഇല്ല. എന്നാൽ കാർമിക് പാർട്ട്ണറിൻ്റെ പർപ്പസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ ചോദ്യം, ട്വിൻ ഫ്ലെയിമിൻ്റെ പർപ്പസ് ആയിരിക്കും അവർ ചോദിച്ചിരിക്കുന്നത്. TF ലേണിംഗ് ആസ് വെൽ ആസ് പാസ്റ്റ് ലൈഫ് കർമ്മ ക്ലിയറൻസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ബോത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാക്കിയത് ട്വിൻ ഫ്ലെയിമിൻ്റെ ഇൻകാർണേഷൻ്റെ പർപ്പസ് ആയിരിക്കും അവർ ചോദിച്ചിരിക്കുന്നത് എന്നാണ്. ഇതിനുള്ള ഉത്തരം, ട്വിൻ ഫ്ലെയിംസ്, ഇത് ഓൾറെഡി ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതായത് ട്വിൻ ഫ്ലെയിം
ഇൻകാർണേറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ അത് ഓൾറെഡി ഡിസൈഡഡ് ആണ് എത്ര ജന്മങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ എത്ര ജന്മങ്ങളിൽ നമ്മൾ എത്ര കാർമിക് ക്ലിയറൻസ് നടത്തും, കർമ്മയെ ക്ലിയർ ചെയ്യും. നമ്മൾ നമ്മുടെ പർപ്പസ്, അതായത് ഈ സോളിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്, അതിൻ്റെ അച്ചീവ്മെൻറ്റ് എവിടെ വരെ ചെയ്യും, ഇതൊക്കെയും. സോ ഇത് ഒരു ലൈഫ് ടൈമിൽ ഒതുങ്ങുന്ന ഒരു പ്രോസസ്സല്ല, പല ലൈഫ് ടൈമുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു പ്രാവശ്യം നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടെത്തി കഴിയുമ്പോൾ എർത്തിൽ, അപ്പോൾ തൊട്ട് പിന്നെയും ട്വിൻ ഫ്ലെയിം കോൺസെപ്റ്റിനെ മനസ്സിലാക്കി നമ്മൾ അവേക്കനിങ്ങും പർപ്പസിലേക്കും ഒക്കെ വരികയാണ്. അതിനു മുമ്പും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ നമുക്ക് ഈ കോൺസെപ്റ്റ് അറിയാതെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ഹോൾ പ്രോസസ് ഡിഫൈൻഡ് ഇൻ സ്പിരിച്വാലിറ്റി എന്നാണ്. സ്പിരിച്വാലിറ്റിയിൽ ഈ ടോട്ടൽ പ്രോസസ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സ്പിരിച്വാലിറ്റിയിൽ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് പാർഷ്യലായിട്ട് ഞാൻ ഓൾറെഡി ഉത്തരം നൽകി കഴിഞ്ഞു. നമ്മുടെ സ്പിരിറ്റിനെ അറിയുക, അൾട്ടിമേറ്റ് ആയിട്ടും നമ്മുടെ സോളിനെ അറിയുക എന്നുള്ളതാണ്. സോളിനെ അറിയുന്നതിലൂടെ ബിയോണ്ട് ഒരു ബോഡി, ബിയോണ്ട് ഒരു 3D ലെവൽ നമ്മൾക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ അറിയാൻ പറ്റും, നമ്മുടെ വിസ്ഡത്തിനെ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിനു മുമ്പ് പറഞ്ഞ പോലെ പല ജന്മങ്ങളായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് വരുന്നവരാണ്, പല എംപാത്സ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെയും നമ്മൾ പഠിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ കാണും. അതുകൊണ്ടാണ് പലർക്കും പഠിക്കാതെ തന്നെ ആസ്ട്രോളജിയെക്കുറിച്ച്, എക്സാമ്പിൾ ആസ്ട്രോളജിയെക്കുറിച്ച് പല കാര്യങ്ങൾ അറിയാമായിരിക്കും. പഠിക്കാതെ തന്നെ നമ്മൾക്ക് പല സൈക്കിക് എബിലിറ്റീസ് കാണും. നമ്മളൊക്കെയും ഹീലേഴ്സാണ്. ഇതൊക്കെയും ഈ ജന്മത്തിൽ നമ്മൾ എന്തോ പഠിച്ച് ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് ചെയ്യുന്ന കാര്യമല്ല. എന്നാൽ ഇതൊക്കെയും പല ജന്മങ്ങളായിട്ട് നമ്മുടെ കർമ്മയെ ക്ലിയർ ചെയ്യാനായിട്ടും നമ്മുടെ പർപ്പസിലേക്ക് വരാനായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോ അൾട്ടിമേറ്റായിട്ട് സ്പിരിച്വാലിറ്റിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ മോക്ഷം തന്നെയാണ് പാത. പലർക്കും പല പാതകളാണ്. ട്വിൻ ഫ്ലെയിംസിന് കൊടുത്തിരിക്കുന്നത് ഈ പാതയാണ് മോക്ഷത്തിലേക്ക് വരാനായിട്ട്. മോക്ഷം എന്ന് വെച്ചാൽ ജനന മരണങ്ങളുടെ ആ ഒരു സൈക്കിളിനെ ബ്രേക്ക് ചെയ്യുക. അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഹീൽ ചെയ്യുക. ബോഡി ലെവലിൽ നിന്നും ഒരു 5D ലെവലിലേക്ക്, 3D ലെവലിൽ നിന്നും 5D ലെവലിലേക്ക് ആലോചിക്കാൻ പറ്റുക. അങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്ക് ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ് വരും. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സോൾസും ഒരേ ലൈറ്റിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കും. എല്ലാവരെയും ഫൊർഗീവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അവരുടെ കോൺഷ്യസ്നെസ്, അവരുടെ ആത്മാവിൻ്റെ മനസ്സിലാക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി അത്രയേ ഉള്ളെന്ന് നമ്മൾ മനസ്സിലാക്കി അവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കാൻ പറ്റും. അതിലൂടെ നമ്മളുടെ പർപ്പസ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തി അതിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഇനിയൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നമ്മൾക്ക് നമ്മളുടെ ട്വിൻ ഫ്ലെയിം നമ്മളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു, മോക്ഷമെന്ന് പറയുന്നു. സോ യൂണിയൻ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ്, അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യം വരാം. യൂണിയൻ എന്ന് പറയുന്നത് എല്ലാ സോൾസിനും, ട്വിൻ ഫ്ലെയിം സോൾസിനും ദൈവം അല്ലെങ്കിൽ ആ പരമാത്മാവ് കൊടുത്തിട്ടുള്ള ഒരു റിവാർഡാണ് ആക്ച്വലി നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് നമ്മുടെ പർപ്പസിലേക്ക് വരുമ്പോൾ. എന്നാൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യണം, സറണ്ടർ ആയിരിക്കണം, ക്ഷമയോടെ കാര്യങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ടോട്ടലി ഒരു ബാലൻസ്ഡ് ആണ് കാര്യങ്ങൾ. അതായത് മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെയും നമ്മൾ ബാലൻസ് ചെയ്യണം, സ്പിരിച്വൽ ലൈഫിനെയും ബാലൻസ് ചെയ്യണം. ഈ ബാലൻസ് എപ്പോഴൊക്കെ ഇൻബാലൻസ് ആവുന്നോ അപ്പോഴൊക്കെ നമുക്ക് യൂണിയൻ നടക്കാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തെ പോസിബിലിറ്റി കുറയുമ്പോഴാണ് ഒരു ഫിസിക്കൽ വേൾഡിൽ സെപ്പറേഷൻ വരുന്നത്. എന്നാൽ നമ്മളുടെ ട്വിന്നും എല്ലായ്പ്പോഴും ഒന്നാണ്. കാരണം ഒരു സോളാണ്. ഒരു സോൾ ആയതുകൊണ്ട് തന്നെ കോൺഷ്യസ്നെസ് ഒന്നുമാണ്. രണ്ട് ബോഡീസിലുള്ള ആ ഒരു സോള് ചെയ്യുന്ന കാര്യങ്ങളും ആ ഒരു സോളിൻ്റെ ഗ്രോത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പിന്നെയും നമ്മളുടെ ഉള്ളിലെ ഡാർക്ക് സൈഡിനെ നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തന്നു എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്
റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.